ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ മനസ്സിലേക്ക് വരുന്ന എല്ലാ ചിന്തകളും ദൈവികമായിരിക്കണമെന്നില്ല. കൃത്യമായി നമ്മൾ സാത്താന്യ തോന്നലുകളെയും ചിന്തകളെയും വിവേചിക്കണം. നമ്മൾ വീണ്ടെടുക്കപ്പെട്ടവരാണെങ്കിലും, എന്തിനേറെ പറയുന്നു, ദൈവത്തോടു കൂടെ നടക്കുന്നവരാണെങ്കിലും പിശാച് ചില തോന്നലുകൾ നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരും. അതിനെ കൃത്യമായിട്ട് നമ്മൾ തിരിച്ചറിയണം. നമ്മളിതിനെ തിരിച്ചറിയാൻ കഴിയാതെ പോയാൽ നമുക്കൊരിക്കലും ദൈവകൃപയിൽ മുന്നേറാനായിട്ട് പറ്റില്ല. പ്രാർത്ഥനകളിൽ ദൈവസാന്നിധ്യം അനുഭവിക്കാൻ കഴിയാതെ പോകും. നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ആത്മീകമായിട്ട് മുന്നേറാനായിട്ട് കഴിയുകയില്ല. വചനത്തിൽ നിന്ന് വളരെ ഗൗരവമായ ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നത് തന്നെ ഹൃദയത്തിൻ്റെ ഉള്ളിലാണെന്നാണ് ബൈബിൾ പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡികങ്ങളല്ല, കോട്ടകൾ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെയാണ്. ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന സങ്കല്പങ്ങൾ, ചിന്തകൾ, അതിനെയെല്ലാം ഞങ്ങൾ കീഴടക്കുന്നു. ഏത് വിചാരത്തെയും ഞങ്ങൾ പിടിച്ച് ക്രിസ്തുവിനോടുള്ള അനുസരണമാക്കി മാറ്റുന്നുവെന്ന് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിട്ടുണ്ട്. സാധാരണ പറയാറുണ്ട്, 3 തരത്തിലുള്ള ചിന്തകളാണ് മനുഷ്യൻ്റെ മനസ്സിലേക്ക് വരുന്നത്. അതിലൊന്ന് സ്വയം ചിന്തകൾ, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ തന്നെ സാധാരണ ഉണ്ടാകുന്ന ചിന്തകൾ. രണ്ടാമത്തേത് പരിശുദ്ധാത്മാവ് തരുന്ന ആലോചനകളും ചിന്തകളും, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് ദൈവം തരുന്ന ആലോചനകളും ചിന്തകളും. മൂന്നാമത്തേത് സാത്താന്യമായ ചിന്തകളും തോന്നലുകളും. ഇതിനെ നമ്മൾ കൃത്യമായി വേർതിരിച്ച് അറിയേണ്ടത് ഏറ്റവും അനിവാര്യമായ കാര്യമാണ്. അത് എന്താണത്? അങ്ങനെയുള്ള ചിന്തകൾ ആരിലാണ് ആ ചിന്തകൾ കൊണ്ടുവരുന്നത്? അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഏറ്റവും വലിയൊരു യുദ്ധഭൂമി എന്ന് പറയുന്നത് തന്നെ മനുഷ്യൻ്റെ മനസ്സാണ്. ചിലരൊക്കെ പറയും, പ്രാർത്ഥിക്കും, എനിക്ക് ദൈവസാന്നിധ്യം അനുഭവിക്കാൻ പറ്റുന്നില്ല, ആത്മീക സന്തോഷം അനുഭവിക്കാനായിട്ട് പറ്റുന്നില്ല. എൻ്റെ ഒരു ജീവിതാനുഭവം കൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണെങ്കിൽ, 2001 ഞാൻ പരിശുദ്ധാത്മശക്തിയാൽ നിറയപ്പെടുന്നത്. ഈ കൊർണലിയോസും കുടുംബവുമൊക്കെ നിറയപ്പെട്ടതുപോലെ ഞങ്ങൾ ദൈവസന്നിധിയിലേക്ക് വരുന്ന, അല്ലെങ്കിൽ ആ ഒരു തരത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ ദൈവാത്മശക്തിയാൽ ഞാൻ നിറയപ്പെട്ടു. പക്ഷേ ഒരു പരിശുദ്ധാത്മാവിൻ്റെ ഒരു ആത്മനിറവിൻ്റെ ഒരു അനുഭവം 2015-16 ആ സമയങ്ങളിലാണ് എനിക്കുണ്ടാകുന്നത്. അതിനെക്കുറിച്ചൊരു ബോധ്യമുണ്ടാകുകയും ആത്മനിറവിൻ്റെ ഒരു അനുഭവത്തിലേക്ക് വരികയും ചെയ്തു. ഇതിനു മുമ്പ് പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആ ഒരു പരിശുദ്ധാത്മ നിറവിലേക്ക് വന്നതിന് ശേഷം ഞാൻ മനസ്സിലാക്കിയത്, ഏറ്റവും കൂടുതൽ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ അകത്തുണ്ടാക്കിയ മാറ്റങ്ങളാണ് ഞാൻ മനസ്സിലാക്കിയത്. പുറത്തല്ല, അകത്ത്, മനസ്സിൻ്റെ അകത്തെ ചിന്തകൾ, ചിന്താഗതികൾ, വളരെ ദൈവരാജ്യത്തിൻ്റെ ഒരു സന്തോഷം, ദൈവശബ്ദം കേൾക്കാനുള്ള ഒരു 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 ആത്മീക നിലവാരം, അങ്ങനെ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. പ്രിയപ്പെട്ടവരെ, ജീവിതത്തെ അടിമുടി മാറ്റിയത് പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു നിറവിൻ്റെ അനുഭവമാണ്, അല്ലെങ്കിൽ സ്പിരിറ്റ് ഫിൽഡ് ലൈഫ് എന്ന് പറയുന്ന ആ ഒരു അനുഭവം. അപ്പം ആ ഒരു അനുഭവം പോലും വരുത്തിയ മാറ്റം മനസ്സിനുള്ളിലെ മാറ്റങ്ങളായിരുന്നു. അപ്പം വളരെ ശ്രദ്ധിച്ച് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കുക. സാത്താന്യമായ ചിന്തകളും തോന്നലുകളും. 1-ാം നൂറ്റാണ്ടിൽ അപ്പോസ്തലനായ പത്രോസിനെ പോലെ പരിശുദ്ധാത്മ നിറവുള്ളവർ ഉണ്ടായിരുന്ന ആദിമ നൂറ്റാണ്ടിലെ സഭ ദൈവാത്മശക്തിയെ ആക്ഷരികമായി അനുഭവിച്ച ആ 1-ാം നൂറ്റാണ്ടിലെ സഭയ്ക്കകത്തു പോലും ചിലരുടെ ഹൃദയത്തെ സാത്താൻ കവർന്നുകൊണ്ടുപോയി എന്നാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവുള്ള ഇടത്തുപോലും ഹൃദയത്തെ സാത്താൻ കവർന്നു കളഞ്ഞു. അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായത്തിലാണ്. നമുക്കറിയാം, അനന്യാസും സഫീറയും. സാത്താൻ നിങ്ങളുടെ ഹൃദയത്തെ കവർന്നത് എന്തുകൊണ്ടാണ്? പത്രോസ് ചോദിക്കുക. അപ്പോൾ ഇത്രയും ശക്തനായ പത്രോസിനെ പോലെയുള്ള ഒരാൾ ഉണ്ടായിട്ട് പോലും പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു അനുഭവം ആക്ഷരികമായി അനുഭവിച്ച 1-ാം നൂറ്റാണ്ടിലെ സഭ, അതിൻ്റെ അകത്തു പോലും സാത്താൻ ഹൃദയം കവർന്നവരുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചിന്തിക്കും, നമ്മൾ പോകുന്ന ആരാധനാ കൂട്ടായ്മകളും സ്ഥലങ്ങളുമൊക്കെ നല്ലതാണ്. പക്ഷെ നമ്മളൊരു അപകടം ഇതിനകത്തുനിന്ന് മനസ്സിലാക്കണം. ആത്മനിറവിലുള്ള ആരാധന നടക്കുന്ന ഇടമാണെങ്കിൽ പോലും അതിൻ്റെ അകത്തു പോലും ചിലരുടെ ഹൃദയങ്ങളെ സാത്താൻ
കൈവശമാക്കാൻ സാധ്യതയുണ്ട്. അതിൻ്റെ കാരണം എന്താണ്? അതിൻ്റെ കാരണം വ്യക്തിപരമായി അവരുടെ ഹൃദയങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി ഉണ്ടാകുന്നില്ല. വളരെ ശ്രദ്ധിക്കുക ഈ ഒരു കാര്യം. ഏറ്റവും നല്ലൊരു ചർച്ചിലായിരിക്കും നിങ്ങൾ പോകുന്നത്, അല്ലെങ്കിൽ ഒരു ആത്മീയ കൂട്ടായ്മയിലായിരിക്കാം നിങ്ങൾ പോകുന്നത്, അല്ലായിരിക്കാം. പക്ഷേ ഹൃദയത്തെ സാത്താൻ കവരാനുള്ള സാധ്യതയുണ്ട്. യേശുവിനോട് കൂടെ നടന്ന ശിഷ്യനായിരുന്നു ഇസ്കരിയോത്തായ യൂദ. പക്ഷേ യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, യേശുവിനെ കാണിച്ചു കൊടുക്കുവാൻ സാത്താൻ അവന് തോന്നിച്ചിരുന്നു. കൂടെ നടന്നതാണ്. അപ്പോൾ കൂടെ നടന്നാലും ഇതുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇതാണ് കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞത്. നമ്മുടെ മനസ്സ്, നമ്മുടെ ഹൃദയം, ഇത് പല സമയങ്ങളിലും നമ്മളെ ചതിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇസ്രായേലിനെ എണ്ണാൻ തക്കവണ്ണം സാത്താൻ ഹൃദയത്തിൽ ദാവീദിന് തോന്നിപ്പിച്ചു എന്നാണ്. ഞാൻ അതിൻ്റെ ഒരു വ്യാഖ്യാനവും വിശദീകരണവും നൽകാം. കാരണം അത് നമ്മൾ നന്നായിട്ടൊന്ന് പഠിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഈ ഒരു വീഡിയോയുടെ ഏറ്റവും ഒടുവിലത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ ഞാൻ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയാം. അപ്പം ബൈബിള് നമ്മൾ ആരംഭം മുതൽ അവസാനം വരെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത് ഏറ്റവും വലിയ യുദ്ധക്കളമെന്ന് പറയുന്നത് മനുഷ്യൻ്റെ മനസ്സാണ്. എൻ്റെയും നിങ്ങളുടെയും മനസ്സ്. ഈ മനസ്സിനെ നമ്മൾ ഗാർഡ് ചെയ്യണം. അതെങ്ങനെയാണ് കഴിയുന്നത്? അത് ഈ ഒരു വീഡിയോയിലില്ല, അത് അടുത്ത ദിവസങ്ങളിൽ ഞാൻ പറയാം. അതെങ്ങനെയാണ് ഗാർഡ് ചെയ്യേണ്ടത്. ഒരുപാട് കാര്യങ്ങളുണ്ട്. പരിശുദ്ധാത്മാവിനൊരു വലിയ റോളുണ്ട്. ദൈവവചന ധ്യാനത്തിനും ആന്തരികമായ രൂപാന്തരത്തിനുമൊക്കെ ഒരു വലിയ റോളുണ്ട്. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 17 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ, ഞാൻ ആ ഭാഗം വായിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ഒരു 4-5 പദപ്രയോഗങ്ങൾ എൻ്റെ ശ്രദ്ധയിലേക്ക് വന്നു. ജാതികളുടെ വ്യർത്ഥബുദ്ധി, അന്ധബുദ്ധി, ഹൃദയകാഠിന്യം, മനം തഴമ്പിച്ചു പോയവർ, ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യൻ. ഇതിനെയെല്ലാം നമ്മൾ ഉപേക്ഷിച്ച് കളയണം. അതായത് ക്രിസ്തുവിനെ അറിയുന്നതിന് മുമ്പ് നമ്മൾ ഈ ജഡത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ അവസ്ഥ എന്തായിരുന്നു എന്നാണ് ഈ പറയുന്നത്. പക്ഷേ യേശുക്രിസ്തുവിനെ അറിഞ്ഞ നമ്മൾ ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിക്കണം. ഇത് ഓരോ ദിവസവും ചെയ്യേണ്ടുന്ന ഒരു വലിയ കാര്യമാണ്. കാരണം പാപത്തിൽ പലരും വീണു പോകുന്നത്, പാപത്തെ ജയിക്കാൻ കഴിയാതെ പോകുന്നത്, ആത്മീയമായിട്ട് അവർക്ക് മുന്നേറാൻ കഴിയാതെ പോകുന്നത് ഇങ്ങനെയുള്ള സാത്താന്യ ചിന്തകളെ, അവരുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ആ ദൈവീകമല്ലാത്ത ചിന്തകളെ, അല്ലെങ്കിൽ ജഡപ്രകൃതിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് വീണ്ടെടുപ്പ് സംഭവിച്ചിട്ടില്ലാത്തത് കൊണ്ട് നമ്മുടെ ഉള്ളിലേക്ക് പൊങ്ങി വരുന്ന എല്ലാ ചിന്തകളും വിശുദ്ധമാണെന്ന് കരുതരുത്. ഞാൻ ദൈവത്തോടു കൂടെ നടക്കുന്നവനാണ്, പരിശുദ്ധാത്മാവിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും നമ്മൾ ഒരിക്കലും കരുതരുത് നമ്മുടെ മനസ്സിലെ എല്ലാ ചിന്തകളും ദൈവികമാണ്. കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് പ്രാർത്ഥിക്കാനായിട്ട് വന്ന ഒരാൾ ഇങ്ങനെ പറഞ്ഞു. അവരും ഈ സന്ദേശം കേൾക്കുന്നുണ്ടാകാം, പക്ഷെ പേരോ ഐഡൻറ്റിറ്റിയോ ഒന്നും ഞാൻ വെളിപ്പെടുത്തുന്നു. അവർ പറഞ്ഞത്, എൻ്റെ മനസ്സിൽ നെഗറ്റീവ് ചിന്തകൾ വരികയാണ്, ദൈവികമല്ലാത്ത ചിന്തകൾ വരികയാണ്. ഞാൻ സത്യത്തിൽ പരിശുദ്ധാത്മ നിറവ് പ്രാപിച്ച ഒരാളാണോ? പരിശുദ്ധാത്മ അഭിഷേകം എന്നിലുണ്ടോ? ഞാൻ വീണ്ടെടുക്കപ്പെട്ട ഒരാളാണോ? ഞാൻ പറഞ്ഞു, തീർച്ചയായും നിങ്ങൾക്ക് അങ്ങനെ ഒരു ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ പരിശുദ്ധാത്മ ശക്തി പ്രാപിച്ചവരാണ്. പക്ഷേ നമ്മൾ എത്ര വിശുദ്ധനാണെങ്കിലും, എത്ര ദൈവകൃപയിൽ നമ്മൾ മുൻപോട്ട് പോകുന്നുവെങ്കിലും നമ്മളൊരു കാര്യം ഗൗരവത്തോടെ മനസ്സിലാക്കണം. നമുക്ക് വീണ്ടെടുപ്പ് നടന്നിട്ടില്ലാത്തതിനാൽ ഇങ്ങനെയുള്ള ചിന്തകൾ നമ്മുടെ ഉള്ളിലേക്ക്, നെഗറ്റീവ് ചിന്തകൾ, അവിശ്വാസത്തിൻ്റെ ചിന്തകൾ, പാപത്തിൻ്റെ ചിന്തകൾ നമ്മുടെ ഉള്ളിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പം ഈ ചിന്തകളെ നമ്മൾ തിരിച്ചറിഞ്ഞ് അതിനെ മരിപ്പിക്കുക എന്നുള്ളതാണ്. അതാണ് കൊരിന്ത്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണമാക്കി ഞങ്ങൾ പിടിച്ചടക്കുന്നു. ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ സങ്കല്പങ്ങൾ, ഉയർച്ചകൾ, ഇതിനെയെല്ലാം ഞങ്ങൾ പിടിച്ചടക്കുന്നു. ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡികങ്ങളല്ല. അതിൻ്റെ പശ്ചാത്തലം ഞാനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, അപ്പോസ്തലനായ പൗലോസിനെ പോലും എതിർത്ത ആളുകളുണ്ട്.
അദ്ദേഹത്തെക്കുറിച്ചൊക്കെ നമ്മൾ ഈ 2 കൊരിന്ത്യർ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ ചോദ്യം ചെയ്തു. ചിലർ പറഞ്ഞു അടുത്തിരിക്കുമ്പോൾ പുള്ളി ഭയങ്കര വാചകോടിയാ, പക്ഷേ ശരീരം കൊണ്ട് ബലഹീനനാ. അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ലേഖനങ്ങൾ കൊണ്ട് പേടിപ്പിക്കുന്നു, ഈടുറ്റ ലേഖനങ്ങളാണ്, പക്ഷെ ശരീരസ്ഥിതി ദുർബലമാണ്. അന്നേരം പൗലോസ് പറയുന്ന ഒരു കാര്യമാണ്, ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ശക്തിയുള്ളവയാണ്. ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പോകുന്ന എല്ലാ ചിന്തകളെയും ഞങ്ങൾ പിടിച്ചടക്കുന്നു. കണ്ടോ, അങ്ങനെ പിടിച്ചടക്കി ഈ ചിന്തകളെ ശരിക്കും പറഞ്ഞാൽ പരിശോധിച്ച് മുമ്പോട്ട് പോയത് കൊണ്ടാണ് പൗലോസിന് പോലും വിജയകരമായൊരു ജീവിതം നയിക്കാനായിട്ട് കഴിഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. ഇപ്പം പാപത്തെക്കുറിച്ച് ഈ ചിന്തകൾ, സാത്താന്യ ചിന്തകൾ പാപമാകുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ഒന്ന് മനസ്സിലാക്കാനായിട്ട് ഒരു സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ ഞാൻ പറയുകയാണ്. ഒന്ന്, ഞാൻ റെൻസൻ, മറ്റൊരാളെ നിങ്ങൾക്ക് പരിചയത്തിനായിട്ട് ഞാൻ വെക്കുകയാണ്, ജെയിംസ്. സപ്പോസ് ജെയിംസ്, ഞങ്ങൾ രണ്ടുപേരും ഒരേ കാഴ്ച കണ്ടു. കണ്ടത് കണ്ണുകൾക്ക് ഇമ്പമുള്ള, കാണാൻ പാടില്ലാത്ത ഒരു ജഡികമായ കാഴ്ച. ഫോർ എക്സാമ്പിൾ, അർത്ഥനഗ്നയായ ഒരു സ്ത്രീ, അവളിങ്ങനെ യാത്ര ചെയ്തു പോവുകയാണ്, അല്ലെങ്കിൽ നിൽക്കുകയാണ്. ജെയിംസ് എന്ന് പറയുന്ന ഒരാൾ ആ കാഴ്ച കണ്ടു, ഞാൻ ആ കാഴ്ച കണ്ടു. ജെയിംസ് പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട് ജീവിക്കപ്പെടുന്ന ഒരു വ്യക്തിയും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ വചനവുമുള്ള ഒരാളാണ്. ദൈവത്തോടുള്ള നല്ല കണക്ഷനിലും ബന്ധത്തിലും ജീവിക്കുന്ന ഒരാളാണ്. അപ്പം ഈ ജെയിംസ് എന്ന് പറയുന്ന വ്യക്തി ആ പെൺകുട്ടിയെ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലൂടെ ഒരു ചിന്ത മനസ്സിൻ്റെ ഉള്ളിലേക്ക് ചെന്നു. നല്ല കാഴ്ച, എത്ര സുന്ദരിയായ പെൺകുട്ടി, അങ്ങനെ ഒരു ചിന്ത. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഉണ്ട്, ദൈവവചനമുണ്ട്. ഉടനെ അകത്തു നിന്ന് മനസാക്ഷി സജീവമാണ്. പരിശുദ്ധാത്മാവിനോട് ചേർന്ന് ജീവിക്കുന്നവരുടെ മനസാക്ഷി ദൈവത്തിൻ്റെ ആത്മാവും വചനവും ഒക്കെ സജീവമാക്കുമ്പോൾ ആ ഉള്ളിൽ നിന്നൊരു കാര്യം പറഞ്ഞു, നീ അത് നോക്കരുത്, തെറ്റാണ്, നീ ഒരു ദൈവപൈതലാണ്. ഉടനെ എന്ത് ചെയ്തു? ജെയിംസ് എന്ന് പറയുന്ന വ്യക്തി തൻ്റെ കണ്ണ് വലിച്ചു കളഞ്ഞു. നോക്കാൻ പാടില്ല, അയ്യോ ഞാനൊരു ദൈവപൈതൽ. പക്ഷെ ഞാനത് നോക്കിയപ്പോൾ എൻ്റെ ഉള്ളിലേക്കും ഇതേ ചിന്തകൾ വന്നപ്പം എൻ്റെ മനസ്സ് പറഞ്ഞു, എടാ ഇതൊക്കെ അനുഭവിക്കാനുള്ളതാണ്, ഇതൊക്കെ ഇല്ലാത്ത ലോകം എന്തൊരു ലോകമാണ്. കർത്താവിനെ കുറിച്ചൊക്കെ ഇങ്ങനെയൊക്കെ പറയും, പിന്നെ നമ്മളങ്ങ് ഏറ്റു പറഞ്ഞാൽ ഇതൊക്കെ അങ്ങ് ക്ഷമിക്കും. അത് എല്ലാ മനുഷ്യരും ഇങ്ങനെയൊക്കെയല്ലേ ജീവിക്കുന്നത് എന്ന് വെച്ച് ഒന്നാമത്തെ നോട്ടം, ഞാൻ സാധാരണ എപ്പോഴും എവിടെ ദൈവജനം ശുശ്രൂഷിച്ചാലും ഞാൻ പറയും, ഒന്നാമത്തെ നോട്ടം ഒരു പ്രശ്നവുമില്ല, രണ്ടാമത്തെ നോട്ടമാണ് കുഴപ്പം. അപ്പോൾ രണ്ടാമത് നോക്കിയപ്പം എന്താ സംഭവിച്ചത്? ആ രണ്ടാമത്തെ നോട്ടമാണ് പാപമായി മാറിയത്. കണ്ടോ, 2 വ്യക്തികൾ ഒരേ കാര്യത്തോടുള്ള വ്യത്യസ്തമായ മനോഭാവവും പ്രവൃത്തി. ഇവിടെ എങ്ങനെയാണ് മറ്റൊരാൾക്ക് പാപത്തെ ജയിക്കാനായിട്ട് കഴിഞ്ഞത്? ഹൃദയത്തിലാണ്. ഇതാണ് കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞത്, എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ ശ്രദ്ധിക്കണം, ഒത്തിരി ശ്രദ്ധിക്കണം. ഒരു വ്യക്തി യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് രക്ഷിക്കപ്പെടുന്നത് എങ്ങനെയാണ്? അവൻ്റെ ഹൃദയത്തിലാണ്. ഹൃദയത്തിൽ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുന്നു, വാഗൊണ്ട് ഏറ്റു പറയുന്നു. ദൈവകൽപ്പനകളൊക്കെ ഓരോന്നും ഈ പറയുന്ന രക്ഷയും വീണ്ടും ജനനവും വിശുദ്ധിയും ഇതിനുള്ള തീരുമാനങ്ങളും സമർപ്പണങ്ങളും എല്ലാം നടക്കുന്ന ഇവിടെയാ, ഒരു വ്യക്തിയുടെ മനസ്സിൻ്റെ അകത്താണ്, അവൻ്റെ ചിന്താമണ്ഡലത്തിലാണ്, അവനാണ് ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്, നന്മയും പ്രസാദവുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. ഈ ആരാധനയാണ് പുതിയ നിയമ ആരാധന. പ്രിയപ്പെട്ടവരുടെ, നമ്മുടെ മനസ്സിനൊരു രൂപാന്തരം ആവശ്യമാണ്. ശരിക്കും ഞാൻ ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിലാണ് പരിവർത്തനം ചെയ്യേണ്ടുന്നത്. ദൈവവചന ശുശ്രൂഷകളെല്ലാം, ഗ്ലോറി ടു ഗോഡ്, അത് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങുന്നുണ്ടോ? ഹൃദയത്തിൻ്റെ അകത്ത് രൂപാന്തരം ഉണ്ടാകുന്നുണ്ടോ? ഹൃദയത്തിൻ്റെ അകത്ത് നമുക്ക് മാറ്റം ഉണ്ടാകുന്നുണ്ടോ? യേശുവിനോട് കൂടെ നടന്നിട്ടും തൻ്റെ ഹൃദയത്തെ ഗാർഡ് ചെയ്യാതെ ചിന്തകളെ താലോലിച്ചപ്പോൾ യേശുവിനെ ഒറ്റിക്കൊടുക്കുവാനുള്ള സാത്താന്യ ചിന്തകളുടെ പിന്നാലെ ഇസ്കരിയോത്തായ യൂദ യാത്ര ചെയ്തു പോയി. പത്രോസും ശക്തന്മാരായ അഭിഷിക്തന്മാരും ആദിമസഭയിൽ ഉണ്ടായിട്ടും അനന്യാസിൻ്റെയും സഫീറയുടെയും ഉള്ളിൽ സാത്താന്യമായ ചിന്തകൾ വന്ന് അതിനെ ഒരാക്റ്റായി മാറിയപ്പോൾ, ഈ ചിന്തകളാണല്ലോ ആക്റ്റായിട്ട് മാറുന്നത്. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു,
പാപചിന്തകളെ, സാത്താന്യ ചിന്തകളെ നമ്മൾ വചനാടിസ്ഥാനത്തിൽ നമ്മളത് കണ്ടുപിടിക്കണം. നമ്മളത് കണ്ടുപിടിച്ച് നമ്മൾ മനസ്സിലാക്കി ഈ ഒരു മാനസിക മേഖലകളിലുള്ള യുദ്ധം, അതാ കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ചതിക്കുന്ന മനസ്സ്, ഇതിനെ നമ്മൾ നന്നായി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇനിയും നമ്മുടെ ചിന്തകളെ എങ്ങനെയാണ് തിരിച്ചറിയേണ്ടത് അത് മറ്റൊരു വീഡിയോയിൽ പറയാം. കാരണം ഇനി ഒരു ഭാഗം കൂടെ കിടക്കുകയാണ്. കാരണം ഞാൻ ദൈവവചനം വായിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് വന്ന മറ്റൊരു ഭാഗം എന്ന് പറയുന്നത്, തൻ്റെ ഹൃദയപ്രകാരമുള്ള ദാസനെന്ന് ദൈവം സാക്ഷ്യം പറഞ്ഞ ദാവീദിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യം. എന്താണത്? സുപരിചിതമായൊരു കാര്യമാണ്. ഇസ്രായേലിന് വിരോധമായി ആമേൻ എണ്ണുവാൻ തക്കവണ്ണം സാത്താൻ ദാവീദിൻ്റെ ഹൃദയത്തിൽ തോന്നിപ്പിച്ചു. ഇത് കിടക്കുന്നത്, രേഖപ്പെടുത്തിയിരിക്കുന്നത് 1 ദിനവൃത്താന്തം 21-ാം അധ്യായം 1-ാമത്തെ വാക്യമാണ്. ഈ ഒരു വാക്യം നമ്മൾ വായിക്കുമ്പം നമുക്കൊരു സംശയം ഉണ്ടാകും. കാരണം ഇതിൻ്റെ തന്നെ ഒരു പാരലൽ അക്കൗണ്ട് കൊടുത്തിട്ടുള്ളത് 2 സാമുവേൽ ചാപ്റ്റർ 21 വേഴ്സസ് 1-3 ആ വാക്യങ്ങളിലാണ്. ഇത് രണ്ടും വായിക്കുമ്പം നമുക്കൊരു കോൺട്രഡിക്റ്ററി ആയി തോന്നും. എനിക്കും ആദ്യം വായിച്ചപ്പോൾ അത് കോൺട്രഡിക്റ്ററി ആയി. കുറച്ചധികം സമയങ്ങൾ എനിക്ക് ആ ഭാഗം വായിക്കാനായിട്ട് വന്നു. ഞാൻ ദൈവസന്നിധിയിലിരുന്ന് എൻ്റെ ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു. കുറച്ച് സംശയങ്ങളെ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ നിന്ന് ദൂരീകരിച്ചു. എന്താണ് സംഭവം? 2 ശമൂവേൽ 24-ന്റെ 1-2 വാക്യങ്ങളിൽ ഇസ്രായേലിനെതിരെ യഹോവയുടെ കോപം ജ്വലിച്ചു. അടുത്തത്, ഇസ്രായേലിനെ എണ്ണുവാൻ തക്കവണ്ണം ദാവീദിൻ്റെ ഹൃദയത്തിൽ തോന്നലുണ്ടായി. അപ്പം ദൈവം തോന്നിപ്പിച്ചു, അല്ലെ ദൈവം അനുവദിച്ചു എന്നൊരു ചിന്തയാണ്. പക്ഷേ 1 ദിനവൃത്താന്തം 21-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ സാത്താൻ തോന്നിപ്പിച്ചുവെന്നാണ്. അപ്പം സാത്താന്യ തോന്നൽ ദാവീദിന് പോലും ഉണ്ടായി. ആ തോന്നൽ എന്താ? ഇസ്രായേലിനെ എണ്ണണം. എണ്ണൽ എന്തുകൊണ്ട് പാപമായി മാറി? യോവാബ് എന്ന് പറയുന്ന തൻ്റെ സൈന്യാധിപനോട് ഈ ജനത്തെ എല്ലാം പോയി എണ്ണാൻ പറഞ്ഞപ്പോൾ യോവാബ് പറഞ്ഞു, യജമാനനെ, അവിടുന്ന് രാജാവാണ്, അരുത്, നമ്മളിത് ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം, മനസ്സിൽ എല്ലാവർക്കും സാധാരണക്കാർക്ക് പോലും അറിയാവുന്നൊരു കാര്യം എണ്ണാൻ ദാവീദ് ആരംഭിച്ചു. അതൊരു പാപ കാരണമായി മാറുകയാണ്. പിന്നീട് ഏകദേശം 9 മാസവും ചില ദിവസങ്ങളും എടുത്ത് ആ എണ്ണലുകളെല്ലാം കഴിയുന്നു. 8 ലക്ഷത്തിൻ്റെയും ഒക്കെ ചില കണക്കുകൾ അവിടെ അവർ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. അതിന് ഒടുവിലായിട്ട് ദൈവികമായ ന്യായവിധി അവിടെ വരികയാണ്. എന്തായിരുന്നു സത്യത്തിൽ ദാവീദ് എണ്ണിയതിൻ്റെ പിന്നിലെ കുഴപ്പം എന്ന് ചോദിച്ചാൽ, ദാവീദിൻ്റെ ഉദ്ദേശം ശരിയല്ലായിരുന്നു. ഇതിനു മുമ്പ് പുറപ്പാട് പുസ്തകത്തിൽ ഇസ്രായേൽ ജനത്തിൻ്റെ കണക്കെടുക്കാൻ ദൈവം കൽപ്പിക്കുന്നുണ്ട്, 20 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ. പക്ഷേ അവിടെ ആ കണക്കെടുക്കുമ്പോൾ പുറപ്പാട് പുസ്തകം 30-ൽ നമ്മൾ കാണുന്നത് ഏകദേശം 1/2 ശേക്കലോളം ഓരോ വ്യക്തിക്കും വീണ്ടെടുപ്പ് വില കൊടുത്തതിന് ശേഷമാണ് എണ്ണുന്നത്. അതിൻ്റെ അർത്ഥം ദൈവത്തിന് പൈസ വേണ്ടിയിട്ടല്ല, ജനത്തെ വിടുവിച്ചു കൊണ്ടുവന്നത് ദൈവമായതുകൊണ്ട് ദൈവത്തിന് ഒരു ഉത്തരവാദിത്വമുണ്ട്. അവർ ദൈവത്തിൻ്റെ സ്വന്തമാണ്. ആ വില മാറ്റിവെച്ച് സമാഗമന കൂടാരത്തിൻ്റെ ബാക്കി കാര്യങ്ങൾക്ക് വേണ്ടി ആ പണം ചെലവഴിക്കത്തക്ക നിലയിൽ ദൈവം അങ്ങനെ ഒരു ക്രമീകരണം അവിടെ വരുത്തി. അങ്ങനെ ദൈവം അനുവദിച്ചു കൊടുത്തു. ദൈവം പറഞ്ഞിട്ടാണ് എണ്ണുന്നത്. പക്ഷെ ഇവിടെ ദാവീദിന് സ്വന്തമായ ചില തോന്നലുകൾ ഉണ്ടായി. എന്താകാം അതിൻ്റെ കാരണങ്ങൾ പലതുണ്ടെങ്കിലും നിങ്ങളുടെ പഠനമുറിയിലേക്ക് ഞാനൊരു ഭാഗം ഞാനങ്ങോട്ട് വിടുകയാണ്. അതിൽ 1 ദിനവൃത്താന്തം 20-ാം അധ്യായം മുഴുവനും നിങ്ങൾ പഠിക്കുക. 21-ന്റെ 1-ലാണ് യഹോവയുടെ കോപം ഇസ്രായേലിന് നേരെ ജ്വലിച്ചു എന്ന് കാണുന്നത്. അടുത്തത് 2 ശമൂവേൽ 23-ാം അധ്യായമാണ്. അത് നിങ്ങൾ പഠിക്കുക. ആ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ ഒരു വലിയ ജയത്തിൻ്റെയും ഇവർ നേടിയെടുത്ത ഈ യുദ്ധവിജയങ്ങളുടെയും എല്ലാം ഒരു വലിയ സംഗ്രഹം ആ അധ്യായങ്ങളിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. ഞാൻ ആ ഭാഗം വായിച്ചപ്പോൾ അവിടെ രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും എൻ്റെ മനസ്സിലേക്ക് ചില ചിന്തകൾ വന്നത്, നമ്മുടെ ജയങ്ങളും നമ്മൾ നേടിയതും നമ്മുടെ പദവിയും നമ്മുടെ കാര്യങ്ങളും എല്ലാം പറയുമ്പം നമ്മൾ പോലും അറിയാതെ ചില നിഗളങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് വരും. ദൈവത്തിന് സ്തോത്രം. അത് മാത്രമല്ല, കുറച്ച് ഈ തമ്മിലുള്ള ചില കോൺഫ്ലിക്റ്റുകളും അവിടെയുണ്ട്. അപ്പം ഈ ചില അനൈക്യതകളും
യുദ്ധത്തിലൂടെ നേടിയെടുത്ത വിജയങ്ങളും അതിൻ്റെ കുറേ ചരിത്രങ്ങളുമൊക്കെ വിളമ്പുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മളറിയാതെ ഉയർന്നു വരുന്ന ചില അഹങ്കാരങ്ങളും നിഗളങ്ങളും നമ്മൾ പോലും അറിയാതെ പല സമയങ്ങളിലും പല ദൈവിക ന്യായവിധി വിളിച്ചു വരുത്തും. ബാബിലോണിൻ്റെ മുകളിലൂടെ യാത്ര ചെയ്ത്, അല്ലെങ്കിൽ ബാബിലോൺ പട്ടണത്തിൻ്റെ മുകളിലൂടെ, അല്ലെങ്കിൽ ആ കൊട്ടാരത്തിൻ്റെ മുകളിലൂടെ യാത്ര ചെയ്ത് അതിൻ്റെ മട്ടുപ്പാവിലൊക്കെ നിന്നുകൊണ്ട് ഞാൻ പണിത മഹദിയാം ബാബിലോൺ എന്ന് പറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് 7 വർഷത്തോളം സമയത്തേക്ക് ഈ നെബൂഖദ്നേസറിനെ ദൈവത്തിന് സ്തോത്രം താഴ്ത്തിക്കളയുന്നത്. തനിക്കൊരു മാനസിക രോഗം ബാധിച്ച് കൊട്ടാരത്തിൽ കിടക്കാതെ മൃഗത്തെ പോലെ പോയി പുല്ലും തിന്ന് കൊട്ടാരത്തിലെ വിലയേറിയ സുഖസൗകര്യങ്ങളെല്ലാം വിട്ടുകളഞ്ഞ് മാനസിക രോഗിയെപ്പോലെ ചില നാളുകൾ ദൈവം തന്നെ താഴ്ത്തിക്കളഞ്ഞു എന്നാണല്ലോ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ പല സമയങ്ങളിലും നമ്മുടെ ചില നിഗളവും അഹങ്കാരവും ഉയർച്ചകളുമൊക്കെ വലിയ വിപത്തിലേക്ക് നമ്മളെ എത്തിക്കുമ്പോൾ പിശാചിന് കടന്നു വരാനായിട്ടുള്ള വഴികൾ പോലും അവിടെയും നമ്മൾ തുറന്നിടുന്നു എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. ഇവിടെ ദാവീദിന് സംഭവിച്ച ആ ഒരു കാര്യം ദൈവത്തിൻ്റെ പരമാധികാരത്തിന് കീഴിലും ദൈവത്തിൻ്റെ ഹിതത്തിന് കീഴിലുമായിരുന്നു. ദൈവം അനുവദിച്ച ആ ഒരു അനുവാദം കൊണ്ട് ഇയ്യോബിൻ്റെ ജീവിതത്തിൽ സകലത്തെയും എടുത്തു കളയുവാൻ സാത്താന് അവകാശവും അധികാരവും ലഭിച്ചതുപോലെ ഇസ്രായേലിന് വിരോധമായി എണ്ണാൻ തക്കവണ്ണമുള്ള ആ തോന്നലുകളെ ദൈവം അനുവദിച്ചു കൊടുത്തു എന്ന് മനസ്സിലാക്കണം. ഇപ്പം ജീവിതത്തിൽ ചില തോന്നലുകളും ചില ചിന്തകളും ദൈവം തന്നെ അനുവദിച്ചു വരുന്നത് കൊണ്ട് പിന്നീടുണ്ടാകുന്ന താഴ്ചകളും പരാജയങ്ങളും പാഠങ്ങൾ പഠിച്ച് ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുവാൻ നമ്മളെ സഹായിക്കുന്നു എന്നുള്ളൊരു കാര്യവും നമ്മൾ മറന്നു പോകുവാൻ പാടില്ലാത്തതാണ്. ഇനിയും ദൈവികമല്ലാത്ത ചിന്തകളെയും സാത്താന്യമായ തോന്നലുകളെയും എങ്ങനെ നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റും, അതിനെ എങ്ങനെ നമുക്ക് കീഴടക്കാനായിട്ട് പറ്റും എന്നുള്ളത് അടുത്ത ഒരു ദൈവവചന സന്ദേശത്തിൽ കർത്താവ് അനുവദിക്കുന്നെങ്കിൽ നിങ്ങളിലേക്ക് എത്തിക്കാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും സാധ്യതകളുണ്ട്. ഉള്ളിൽ വരുന്ന എല്ലാ തോന്നലുകളും ദൈവികമായിരിക്കണമെന്നില്ല. പക്ഷേ നമ്മുടെ ഉള്ളിലുള്ള തോന്നലുകളെ പരിശുദ്ധാത്മാവിനാലും ദൈവവചനത്താലും നമ്മുടെ മനസാക്ഷിയിലെ ആ ഒരു പ്രമാണത്താലും നമ്മൾ മനസ്സിലാക്കി ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൽ നമ്മളതിനെ ജയിച്ച് ഒരു വളരെ നല്ലൊരു ആത്മീയ ജീവിതം. കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞൊരു കാര്യം കൂടെ അത് വിട്ടുപോയതാണ്. ചിലർ പറയുന്ന പ്രാർത്ഥിക്കുമ്പോൾ ഒട്ടും ദൈവസാന്നിധ്യമില്ല. ദൈവസാന്നിധ്യത്തിൻ്റെ കുഴപ്പമല്ല, അവരുടെ ഉള്ളിലെ കുഴപ്പമാണ്. ആ ഒരു മനസ്സിന് ഒരു രൂപാന്തരം ഉണ്ടാകണം. ആ മനസ്സിന് രൂപാന്തരം വരുത്തുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ്. അതാണ് പുതിയ നിയമം മുഴുവനും പറയുന്നത് പരിശുദ്ധാത്മാവിനെ ഹൃദയത്തിൽ തന്നിരിക്കുന്നു എന്നുള്ളത്. അതുകൊണ്ട് ദിനംതോറും രൂപാന്തരപ്പെടുന്നൊരു മനസ്സായി നമ്മുടെ മനസ്സ് മാറട്ടെ. പല സമയങ്ങളിലും ദൈവഹിതമെന്ന് തോന്നിപ്പിക്കുന്ന പല ചിന്തകളും നിരൂപണങ്ങളും പിശാച് നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരും. പക്ഷെ അവിടെ വചനത്താൽ ഈ വിവാഹ സംബന്ധമായ കാര്യങ്ങളിൽ ഒക്കെ ഇങ്ങനെയുള്ള ചില ചിന്തകൾ ചിലരുടെ ഉള്ളിൽ വരും. ദൈവഹിതമാണെന്ന് അവർക്ക് തോന്നും. പക്ഷെ അങ്ങനെ ഒരു സമയത്ത് മനസ്സിൻ്റെ അകത്ത് ആ വരുന്ന ചിന്തകളെ ദൈവികമാണെന്ന് ഉറപ്പുവരുത്താതെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ബൈബിളിൻ്റെ ഒരു ടോട്ടൽ ടീച്ചിങ് ഉണ്ട്. ആ ടീച്ചിങ് നമ്മൾ മനസ്സിലാക്കണം. അതിന് വിരോധമായിട്ട് ദൈവം ഒരിക്കലും ഒന്നും പറയില്ല. ദൈവം പറയുന്ന കാര്യത്തെ മനസ്സിലാക്കണമെങ്കിൽ ബൈബിളിൻ്റെ ഒരു ടോട്ടൽ ടീച്ചിങ് ഉണ്ട്. ആ ഒരു ടോട്ടൽ ടീച്ചിങ്ങിന് വിരോധമായിട്ട് ഒരിക്കലും ദൈവം സംസാരിക്കത്തില്ല. അല്ലാത്തതെല്ലാം മാനുഷിക ചിന്തയാണ്, പൈശാചികമായ ചിന്തകളാണ്. അങ്ങനെ ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിച്ചുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാം. ആത്മീയമായ ഒരു വലിയ ജയം കർത്താവ് ഈ ദിവസങ്ങളിൽ നിങ്ങൾക്കൊക്കെ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.